നമസ്കാരം സുഹൃത്തുക്കളെ. ഗാസയിലേക്കുള്ള അവസാന യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. വളരെ സുപ്രധാനമായിട്ടുള്ള ചോദ്യം ഉയരുകയാണ്. ഗാസയിൽ എന്തുകൊണ്ടാണ് ഇത്രയധികം ഹോസ്പിറ്റലുകൾ? ഗാസയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 2.5 മില്യൺ ആളുകളാണ്. ഓക്കെ, അവർക്ക് ഏകദേശം 36 ഹോസ്പിറ്റൽസ് ആണ് രജിസ്റ്റേർഡ്. ഓക്കെ, ഞാൻ ന്യൂയോർക്ക് എക്സാമ്പിൾ എടുക്കാം. ന്യൂയോർക്കിൽ ഏകദേശം 6 മില്യൺ ആൾക്കാരുണ്ട്. 13 ഹോസ്പിറ്റലുകൾ മാത്രമേ ഉള്ളൂ. ഞാൻ കേരളത്തിലെ കണക്കെടുക്കുന്നില്ല, കാരണം വേറെ ഒന്നുകൊണ്ടല്ല. കേരളത്തിലെ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു വ്യവസായമാണ്. ഇപ്പൊ കേരളത്തിൽ ആകെ ലാഭം ഉണ്ടാക്കുന്ന ഒരേ ഒരു വ്യവസായം ഹോസ്പിറ്റലും സ്കാനിങ് സെന്ററുകളാണ്. അപ്പൊ അതുകൊണ്ട് അവരെ വെറുതെ വിട്ടേക്ക്. 36 ഹോസ്പിറ്റൽ, 2.2 മില്യൺ ആൾക്കാർക്ക് എന്തിന്റെ ആവശ്യകതയാണ് ഈ പറയുന്ന ഗാസയിൽ? എനിക്ക് മനസ്സിലാവാത്ത സംഭവമാണ്. ഏതെങ്കിലും എന്നെ ഈ പറയുന്ന വീഡിയോന് അടിയിൽ കമന്റ് ഇടാൻ പോണ സുഹൃത്തുക്കൾ ശ്രദ്ധയ്ക്ക് ഇതിന് ഉത്തരം കൂടി പറയുക ദയവ് ചെയ്ത്. എന്തിനു വേണ്ടി? കാരണം വേറെ ഒന്നുമല്ല. കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അത്രയും വലിപ്പമുള്ള ഈ പറയുന്ന ഗാസയില് 500 അല്ലെങ്കിൽ 600 കിലോമീറ്റർ ടണൽ മാത്രമേ ഉള്ളൂ. 400 മൈൽ ടണലാണ് കിടക്കുന്നത്. 1 ബില്യൺ 2005 ഈ ഗാസ എന്ന് ഈ പറയുന്ന ഇസ്രായേല് അങ്ങനെയെങ്കിൽ ഈ പ്രശ്നം അവസാനിപ്പിക്കട്ടെ എന്ന് കരുതി ഗാസ ഒഴിപ്പിച്ച് ഇസ്രായേലികൾ തിരിച്ചു പോകുമ്പോൾ 1 ബില്യൺ മുതൽ $2 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ബാക്കി വെച്ചു പോയതാണ് ഗാസയില്. അത് അഗ്രികൾച്ചർ. ഇസ്രായേൽ എന്ന് പറഞ്ഞ അഗ്രഗണ്യന്മാരാണ് ഈ പറയുന്ന കാർഷിക രംഗത്ത്. കേരളം പോലും പഠിക്കുന്ന ആൾക്കാരെ വിടുകയാണ്. $1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ്, സാമഗ്രികള്, പാടങ്ങൾ എല്ലാം ഇവർക്ക് വെറുതെ കൊടുത്തു. ഇനിയെങ്കിലും പോയി ജീവിക്കുന്നു കരുതിയിട്ട് 2005 ഗാസയിൽ നിന്ന് അവർ പൊടി തട്ടി പോകുമ്പോൾ പിറ്റേ ദിവസം മുതൽ ഹമാസുകള് ഇതെല്ലാം നശിപ്പിച്ചു. അന്ന് ആരംഭിച്ചതാണ് ഈ ടണൽ പണിയിൽ. പിന്നെ കേരളത്തിന്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ബന്ധിക്കാവുന്ന ടണലുകളാണ് ഇവർ പറയുന്നത്. ഈ ഹോസ്പിറ്റൽസ് എന്താണ്? ഓരോ സ്റ്റേഷൻ മാത്രമാണ്, ഓരോ റെയിൽവേ സ്റ്റേഷൻ. എന്തിനു വേണ്ടി ഹോസ്പിറ്റലുകൾ? ഫസ്റ്റ് പ്രൊപ്പഗണ്ട എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഹമാസ് ഒരു പത്രക്കുറിപ്പ് ഇറക്കും. ഹമാസിന്റെ ഹെൽത്ത് മിനിസ്ട്രി, അവിടെ ഒരു ഹെൽത്ത് മിനിസ്ട്രി മണ്ണാങ്കട്ടിയൊന്നുമില്ല. ഇവർ തന്നെ ഭരിക്കുന്നു, ഇവർ തന്നെ കൊടുക്കുന്നു. ഇവർ പി ജെയിംസിന് അയച്ചു കൊടുക്കും, അല്ലെങ്കിൽ ദാവൂദിക്ക് അയച്ചു കൊടുക്കും. ഇവർ രണ്ടുപേരും വായിച്ചു പറയും, ഓ, ഇന്ന് ഏകദേശം 50ഓളം കുട്ടികൾ മരിച്ചിരിക്കുകയാണ്, 70ഓളം കുട്ടികൾ മരിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ എന്ത് ചെയ്യാൻ പറ്റും? എവിടെ നോക്കിയാലും ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. ബോംബ് ഇട്ടാൽ ഹോസ്പിറ്റലിന് മുകളിൽ വീണാൽ ഇസ്രായേലിനെ കുറ്റം പറയും. ബോംബ് ഇട്ടില്ലെങ്കിലോ ഇവന്മാര് മുന്നേറും. അപ്പൊ എന്തൊരവസ്ഥയാണ്! കാരണം ഈ രാജ്യത്തിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കുക. ചെയ്താലും ചെയ്തില്ലെങ്കിലും ബ്ലെയിം ആർക്ക? കുറ്റമാർക്ക? ഇസ്രായേലിന് മാത്രം. 36 ഹോസ്പിറ്റൽ എന്തിനു വേണ്ടിയാണെന്നറിയാവോ? ഇത് വെറും ഒരു കവചം മാത്രമല്ല പറയുന്നത്. ഈ പറഞ്ഞ ടണലുകൾ എന്ന് പറയുന്നത് ഇവിടെ സൊഫിസ്റ്റിക്കേറ്റഡ് നെറ്റ്വർക്കിംഗ് സെന്റർ ആണ്. ആയുധ ശേഖരങ്ങളാണ് ഈ പറയുന്ന ഓരോ ടണലുകളും. കമ്മ്യൂണിക്കേഷൻ സെന്റർ ആണ്. അപ്പോൾ ഇതിനൊരു പവർ വേണം, ഇതിന് വൈദ്യുതി വേണം. അതായത് വൈദ്യുതി, ഈ ഹോസ്പിറ്റലിന്റെ പേരും പറഞ്ഞുകൊണ്ട് 11 kV വലിയ വലിയ കെവികൾ വലിച്ചിട്ട് ഇവിടുന്ന് കറണ്ട് എടുക്കുകയാണ് ഈ ഹോസ്പിറ്റലിന്. കമ്മ്യൂണിക്കേഷൻ. അപ്പൊ നമ്മളിപ്പോ ഒരു ഇസ്രായേൽ എന്ന് പറയുന്നത് ജൂതന്മാർ വളരെ മിടുക്കന്മാരാണ്. കമ്മ്യൂണിക്കേഷൻ ഇവിടുന്നാണ് കൂടുതൽ വരുന്നത് നോക്കുമ്പോൾ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഭാഗത്ത് നിന്ന്. അപ്പൊ അവർ ഹോസ്പിറ്റലിൽ കമ്മ്യൂണിക്കേഷൻസ് വരുമ്പോൾ ചിന്തിക്കുന്നത് ഹോസ്പിറ്റലല്ലേ ആ സമയത്ത് രോഗികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ടെലി കമ്മ്യൂണിക്കേഷൻ ആവുന്നു? അല്ല, ഇതെല്ലാം ഇവന്മാര് പരസ്പരം ബന്ധപ്പെടുകയാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ഈ പറയുന്ന ശൃംഖലേനെ കണ്ണ് വെട്ടിക്കാനും പവർ കിട്ടാനും ഹോസ്പിറ്റൽ ഇതിന്റെ മുകളിലേക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഇപ്പൊ പലരും പറയുന്നു 2 വർഷത്തോളമായില്ലേ, ഇതുവരെ എന്തുകൊണ്ട് ജൂതനെ തോൽപ്പിക്കാൻ കഴിയുന്നില്ല? തോൽപ്പിക്കാൻ സാധിക്കില്ല. 15 വർഷത്തെ പ്രയത്നമാണ്. 2006 മുതൽ 2021 വരെയുള്ള പ്രയത്നമാണ് ഇവരുടെ. ഈ 15 വർഷത്തെ പ്രയത്നം എങ്ങനെ 2 വർഷം കൊണ്ട് ഇവർക്ക് തീർപ്പാക്കാൻ സാധിക്കുക? ടണൽ എന്ന് പറയുന്നത് കണക്ട് ചെയ്ത് കിടക്കുകയാണ്. ടണല് ഒരു പരിപാടി എന്ന് പറയുന്നത് ഇസ്രായേലി കവച വെഹിക്കിളുമായിട്ട് ഈ പറയുന്ന ആയുധങ്ങളുമായി മുന്നേറുമ്പോൾ ഇവന്മാർ ഈ ടണലിന് പുറത്തിറങ്ങും. ID എറിയും, അതിനകത്തേക്ക് ഓടിപ്പോറും. ഇത് എവിടെ പോലെ പിടിക്കാൻ പറ്റുന്നേ? അതായത് ഒരു ടണലിൽ ഇറങ്ങിയ 1000കണക്കിന് കിലോമീറ്റർ ടണൽ കിടക്കുന്നേ. എളുപ്പമായിരിക്കില്ല ജൂതന്റെ ഈ പറയുന്ന ഗാസയിലെ ഗസൽ പാടി ജയിക്കാൻ സാധിക്കില്ല എന്ന് അറിയാം. പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്നു? ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഈ പറയുന്ന ബന്ദികളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പാലസ്തീൻ അംഗീകരിച്ചുകൊണ്ട് ഫ്രാൻസ് വന്നു, ബ്രിട്ടൻ വന്നു, കാനഡ വന്നു, ഓസ്ട്രേലിയ വന്നു. രാജ്യങ്ങൾ മുന്നോട്ട് വരികയാണ്. കാരണം എന്തുകൊണ്ടാണ് മുന്നോട്ട് വരുന്നത്? അവർക്ക് അവരുടെ തെരുവിനെ പോലും സംരക്ഷിക്കാൻ കഴിയില്ല. കാരണം അവരുടെ തെരുവിൽ അഴിഞ്ഞാടുകയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന പാലസ്തീൻ അംഗീകരിക്കുന്നത്. പാലസ്തീനിലെ ഓരോ പറയുന്ന ബന്ദികള് അവസ്ഥ കണ്ടതാണ്. ഓരോ വ്യക്തി ജീവിക്കുന്ന ശവമായി മാറിയിരിക്കുകയാണ്. ഞാൻ ഗാസയിലെ കുട്ടികളെ പറ്റി പറയുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ വിഷമിക്കേണ്ടിയിരിക്കുന്നു. ആ കുട്ടികൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഗാസയിൽ ഹമാസുകാരുണ്ട്. ഈ ഹമാസുകൾ എന്ത് പട്ടിണിക്കോലങ്ങളാവുന്നില്ലോ? ആകെ പട്ടിണിക്കോലങ്ങളാവുന്നത് കുട്ടികളും സ്ത്രീകളും മാത്രമാണ്. ഈ പറയുന്ന എനിക്ക് ഉത്തരം താ ഈ പറയുന്ന വീഡിയോ കാണുന്ന ആരെങ്കിലും. അതായത് പാലസ്തീൻ പോരാളികൾ നമ്മൾ പലപ്പോഴും ഈ ബന്ദികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുമ്പോൾ ഈ പാലസ്തീൻ ഹമോസുകാർ വരുന്നതാണ്. ഹമോസുകൾ തടിച്ചു കൊഴുത്തിരിക്കുകയാണ് അവര്.
എന്താ പറയുക, നല്ല തടിച്ചു കൊടുത്തിരിക്കുന്ന ഇവർക്കാർക്കും പട്ടിണിയില്ലേ? പട്ടിണിയുള്ളത് ആ കുട്ടികൾക്ക് മാത്രം. കാരണം എന്തുകൊണ്ടാണ്? ഭക്ഷണ സാധനങ്ങൾ ഇസ്രായേൽ ആലോചിക്കുക, ഒരു വശത്ത് ഇവന്മാരെ വെടിവെച്ചിടണം, ഒരു വശത്ത് ഭക്ഷണം കൊടുക്കണം. ഈ കൊടുക്കുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കുമുള്ള ഭക്ഷണം ടാങ്കറുകളിൽ നിന്ന്, ട്രക്കുകളിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ട് കരിഞ്ചന്തയിൽ വിൽക്കുകയാണ് ഹമാസുകൾ. ഒരു 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 ചെറിയ പാൽ കുപ്പിക്ക് 10-30 ഡോളറാണ് അവിടെ നിന്ന് വാങ്ങുന്നവര്. ഇതൊക്കെ UN, ഏറ്റവും വലിയൊരു ഏജൻസി എന്ന് പറയുന്നത് UN, കറപ്റ്റ് ഏജൻസി. ഇവർക്ക് വേറെ ഒന്നും വേണ്ടായിരുന്നു. ഇവർക്ക് അവിടെ തട്ടിക്കൂട്ടി ഉള്ളതുകൊണ്ടൊക്കെ ജീവിക്കുക, എന്തെങ്കിലും സഹായം UN കൊടുത്തുകൊള്ളുമായിരുന്നു. പക്ഷെ ഇവരെന്താ കഴിഞ്ഞ ഒരു 15 വർഷമായി ചെയ്യുന്നെന്താ? ടണൽസ് ഉണ്ടാക്കുക. ഒരു ഷെൽട്ടർ പോലും, ഒരു ബോംബ് ഷെൽട്ടർ പോലും ഉണ്ടാക്കിയോ? ഇസ്രായേലിൽ ഞാൻ ചോദിക്കുന്നു, ഒരു വീട് ബോംബ് ഷെൽട്ടർ ഇല്ലാതെ ഉണ്ടാക്കാൻ സാധിക്കില്ല. പക്ഷേ ഇവിടെ അങ്ങനെയാണോ? ഇറാനിലും പലസ്തീനിലും അങ്ങനെയാണ്. ഇവരുണ്ടാക്കുന്ന ടണൽ മാത്രം. ജനങ്ങളെ പുല്ലുവില, ജനങ്ങൾക്ക് ഭക്ഷണം വേണ്ട, ജനങ്ങൾക്ക് വെള്ളം വേണ്ട, സുരക്ഷ വേണ്ട. ടണൽ മാത്രം ബിൽഡ് ചെയ്യുക, ടണൽ മാത്രം ബിൽഡ് ചെയ്ത് തോൽപ്പിക്കുക. ഇപ്പൊ അവരുടെ നീക്കം എന്ന് പറയുന്നത് മുൻനിര നേതാക്കന്മാരെല്ലാം എടുത്തു കളഞ്ഞു. IDF ആരും ബാക്കിയില്ല. ഇപ്പൊ അവരെല്ലാം സ്വതന്ത്ര ചെറിയ ചെറിയ ഒളിപ്പോരാളികൾ മാത്രമായി മുന്നേറുകയാണ്. എളുപ്പമല്ല, കാരണം ബന്ദികൾ ഏത് നിമിഷവും കൊല്ലപ്പെടാം. കാരണം അവരുടെ അവസ്ഥ കണ്ടതാണ്, പട്ടിണി കോലങ്ങളായി മാറിയിരിക്കുകയാണ്. ഈ പറയുന്ന പാലസ്തീനിലെ യുവാക്കൾ, ഹമാസുകൾ ഈ ടണലിന് അടിയിലിരുന്നു കൊണ്ട് പഴവും ഈന്തപ്പഴവും ഒക്കെ തിന്നുന്ന വീഡിയോസ് ഒക്കെ പുറത്തു വന്നതാണ്. അവര് തിന്നുന്നു, പക്ഷെ ഇവരെ വെറുതെ ഇട്ട് കൊല്ലുന്നു. അപ്പൊ ഇനിയും ഈ പറയുന്ന നമ്മുടെ നെത്തിനാഹുവിനും കൂട്ടർക്കും അനങ്ങാതിരിക്കാൻ സാധിക്കില്ല. ഗാസ സിറ്റിയിലാണ് ഇവർ പിടിച്ചു വെച്ചിരിക്കുന്ന അവസാന 20-25 ബന്ദികളെ. ഇവരെ വിട്ടുകിട്ടാതെ മുന്നോട്ട് പോവുക അസാധ്യമാണ്. ഇതൊരു എളുപ്പമായിരിക്കില്ല. കാരണം ഗറില്ല പോരാട്ടം, ഞാൻ പറയില്ല, ഇവർ ആംഡ് വെഹിക്കിളായിട്ട് കവചവാഹനങ്ങളുമായി മുന്നേറുമ്പോൾ ഓരോ ക്ലിയർ ചെയ്യണം, എല്ലാ ഭാഗത്തും ക്ലിയർ ചെയ്യണം. എവിടുന്നാണ് ഈ പറയുന്ന ഒളിപ്പോരാളി വരിക എന്ന് പറയാൻ പറ്റില്ല. സ്നൈപ്പർ അവിടുന്ന് ഇവിടുന്നൊക്കെ വരാം. മൂവ് ചെയ്ത് ക്ലിയർ ആകുമ്പോൾ ഒരുത്തൻ ഈ പറയുന്ന ടണലിൽ ചാടിക്കേറി വരും. അവൻ എറിഞ്ഞ ഒറ്റ പോക്കാണ്, പിടിച്ചാൽ കിട്ടില്ല. ചിന്തിച്ചു നോക്കണം. എളുപ്പമല്ല അവിടുത്തെ വിജയം എന്ന് പറയുന്നത്. ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹിസ്ബുള്ളയോ അല്ലെങ്കിൽ ഇവർക്കൊന്നും സഹായം കിട്ടിയിട്ടില്ല ഇത്ര വരെ. 2005 മുതൽ കോടിക്കണക്കിന് ബില്യൺ, 50-60 ബില്യൺ ഡോളർ മാത്രം കിട്ടിയിട്ടുണ്ട് ആർക്ക്? ഹമാസിന്. ആ പണം മുഴുവൻ ജനങ്ങൾക്കല്ല പോയിരിക്കുന്നത്, ഹോസ്പിറ്റൽ പണിയാൻ. നിങ്ങൾ ഇപ്പോഴും ചിന്തിച്ചു നോക്കി, എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസ് വന്നിരിക്കുന്നത്? പക്ഷെ ഒരു കാര്യം അവസാനം പറയാൻ നിർത്തുകയാണ്, ഹമാസിനെ തോൽപ്പിച്ചാലും ഹൂതികളെ തോൽപ്പിച്ചാലും ആശയം അവിടെ നിൽക്കുന്നതായിരിക്കും. ഈ ആശയം ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഹമാസോ അല്ലെങ്കിൽ ഹൂതികളോ ഒരിക്കലും ഹിസ്ബുള്ളയോ ഇല്ലാതാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആശയമുള്ളപ്പോൾ വീണ്ടും തിരിച്ചു വരുന്നതായിരിക്കും.